ചതിയൻ പിശാചൊരു വല്ലാത്ത പിശാചാണ്. അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചതിച്ച് കളയും. നമ്മൾ നക്കിക്കൊണ്ടായിരിക്കും വന്നത്, പക്ഷെ കുത്തിക്കൊല്ലും. ആ ഒരു അങ്ങനെയുള്ള ബിഹേവിയർ പാറ്റേൺ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ബലഹീനതയിൽ പെട്ടവർ ചിലപ്പോൾ ഇരുട്ടടി കൊള്ളും. ഇങ്ങനെ പലരെയും പറ്റിക്കുന്ന വ്യക്തികൾ, ചതിക്കുന്ന വ്യക്തികൾ, കർത്താവ് ഈ വ്യക്തികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ചതിക്കുന്ന വ്യക്തികളെ കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്ഥലം കള്ളുഷാപ്പിൽ വെച്ച് മദ്യം കഴിച്ചു കൊടുത്ത് സ്ഥലം എഴുതി മേടിക്കുന്ന പാർട്ടീസ്, ജോലി തരാമെന്ന് പറഞ്ഞ് ചതിക്കുന്ന പാർട്ടീസ്, വികലമായ വ്യക്തിത്വമുള്ളവരെ കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ചതിയൻ പിശാചിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. ഇതിനകപ്പെട്ട വ്യക്തികളുടെ മാനസിക സംഘർഷങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അനേകം പേര് കടം മേടിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല. സ്വർണം കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ചതിയിൽപ്പെട്ട വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ ആശ്വസിപ്പിക്കണമേ. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.